വയനാട് പുൽപ്പള്ളിയിൽ കടുവയെ പിടികൂടാൻ ശ്രമം തുടരുന്നു. ഒരു കുംകിയാനയെ കൂടെ തിരച്ചിലിനായി എത്തിച്ചു. കോന്നി സുരേന്ദ്രൻ എന്ന കുംകിയാനയെയാണ് എത്തിച്ചത്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് തിരച്ചിൽ. കുങ്കി പാട്രോളിങ്ങിന് വേണ്ടിയിട്ട് 2 ആനകളെ, വിക്രം അതുപോലെ തന്നെ സുരേന്ദ്രൻ എന്നീ കുങ്കി ആനകളെ പുത്തങ്ങ ആന ക്യാമ്പിൽ നിന്നും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കുങ്കി പെട്രോളിംഗ് നാളെ ആരംഭിക്കുന്നതാണ്. അതുകൂടാതെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും നമ്മൾ രാത്രികാലത്ത് നടത്തുന്നതാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രികാലത്തും ഈ കടുവയുടെ സഞ്ചാരപഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നിലവിൽ ഇൻസിഡൻറ്റ് കമാൻഡറായിട്ട് റേഞ്ച് ഓഫീസർ ചതുലത്തിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇരളം ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ്, അതുപോലെ തന്നെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ്, വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ് അവരെല്ലാം തന്നെ രാത്രികാലത്തും അതുപോലെ തന്നെ പകൽ സമയത്തും പെട്രോളിംഗ് നടത്തുന്നതാണ്. കൂടാതെ RRTയുടെ സേവനവും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നാളെ മാനന്തവാടി RRT പ്രത്യേകമായിട്ട് ഈ വിദഗ്ധ സംഘത്തെ സഹായിക്കുന്നതിന് വേണ്ടി എത്തുന്നുമുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ പങ്കുവയ്ക്കും വയനാട്ടിൽ നിന്ന്. ഫൈസൽ, ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു തിരച്ചിൽ? ഈ കോന്നി സുരേന്ദ്രനെയും വിക്രമനെയും കൂടി 2 പേരെയും കൂടി എത്തിച്ചതോടെ ഈ ദ്രുതഗതിയിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ രാത്രിയും തിരച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണല്ലോ അല്ലെ ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം പങ്കുവെക്കുന്നത്? സ്നേഹ, പുൽപ്പള്ളിയെ ഭീതി പരത്തിയ കടുവയ്ക്കായുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വനംവകുപ്പിന്റെ ഭാഗത്തിനില്ല. എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് തിരച്ചിൽ നടത്തുന്നത്. ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്ന നമുക്ക് കോന്നി സുരേന്ദ്രൻ അതുപോലെ വിക്രം എന്ന് പറയുന്ന 2 കുങ്കി ആനകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആനകളെ ഉപയോഗിച്ചുള്ള പെട്രോളിംഗ് എന്നും ഉണ്ടാവില്ല. നാളെയായിരിക്കും ആനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പെട്രോളിംഗ് നടത്തുക എന്നാണ് DFO ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം തെർമൽ ഡ്രോണുമായി ബന്ധപ്പെട്ടാണ്. ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോണിറ്ററിംഗ് അല്ലെങ്കിൽ ആ കടുവയെ നിരീക്ഷിക്കുന്നതിന് തെർമൽ ഡ്രോൺ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം ഇപ്പോൾ തുടരുകയാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെർമൽ ഡ്രോണിൽ ആനിമലിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ആയാൽ പോലും ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇവിടെ തുടരുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആളുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ കൃത്യമായ വാച്ചിങ്ങും ഈ രാത്രിയും തുടരുമെന്ന് തന്നെ വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. RRT ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ സാന്നിധ്യവും ഈ ഒരു വനംവകുപ്പിന്റെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാത്രി എത്ര വൈകിയാലും ആ പ്രദേശത്ത് കടുവക്കായുള്ള തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രദേശത്ത് ഇപ്പോൾ 3 കൂടുകളാണ് സ്ഥാപിച്ചത്. കടുവയുടെ സാന്നിധ്യം സംശയിക്കുന്ന 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് ക്യാമറകളൊക്കെ മാറ്റി സ്ഥാപിക്കുന്ന നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. കാരണം ഇതുവരെ വെച്ച ക്യാമറകൾ പല ഭാഗത്തും ഇന്നലെയായിട്ട് കടുവയുടെ സാന്നിധ്യം ഒന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും കടുവയുടെ ക്യാമറ ഒന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ കടുവയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ലഭ്യമാകുമെന്ന പ്രതീക്ഷയും വനം വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. നാട്ടുകാർക്കൊക്കെ ചെറിയൊരു ആശ്വാസമുണ്ടെങ്കിലും ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കടുവയെ പിടികൂടുന്നത് വരെ ആ ഒരു ആശങ്ക നിലനിൽക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ നമുക്കത് അനുഭവമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകളുടെ ഒരു പ്രതിഷേധവും ആശങ്കയും നിലനിൽക്കുന്നു. എന്നിരുന്നാലും ചെറിയൊരു ആശ്വാസം വനം വകുപ്പ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ ഉദ്ദേശിച്ചതിലും കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇവരുടെ വനം വകുപ്പിന്റെ ഒരു നീക്കം നാട്ടുകാർക്കേറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കുങ്കിയാനകളെ എത്തിക്കുന്നു, മയക്കുവെടി വെക്കാനുള്ള ഉത്തരവുണ്ട്. വനം വകുപ്പിന്റെ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു മികച്ച സംഘം തന്നെയാണ് ഇപ്പോൾ കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമവുമായി പുൽപ്പള്ളിയിലുള്ളത്. സ്നേഹ, ഫൈസൽ, അതോടൊപ്പം തന്നെ ഈ കടുവയെ കണ്ടെത്താനും പിടികൂടാനും എന്തൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട് എന്നാണ് വനം വകുപ്പ് അടക്കം സൂചിപ്പിക്കുന്നത്? അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? സ്നേഹ, പ്രതിസന്ധികളല്ല. ഈ അമരക്കുനി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മളുള്ളത്. ഈ ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടുവയുടെ സാന്നിധ്യം കൂടുതലായി കണ്ടത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ പൂർണ്ണമായും വനംവകുപ്പിന്റെ പരിശോധന നടന്നു കഴിഞ്ഞു. അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 3 ടീമായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 ഭാഗങ്ങളിലൊന്നും തന്നെ കടുവയുടെ സാന്നിധ്യം ഈ പരിശോധനയ്ക്കിടയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ കാലതാമസമാണ് ഇപ്പോൾ എടുക്കുന്നത്. എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തിരച്ചിലൊക്കെ തന്നെ നടക്കുന്നത്. രാത്രി വൈകും തിരച്ചിൽ തുടരുമെന്ന് തന്നെ വേണം നമ്മൾ കരുതാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുൽപ്പള്ളി എന്ന് പറയുന്നത് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇതിന്റെ ബോർഡർ കഴിഞ്ഞാൽ കർണാടക വനമേഖലയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കടുവ മറ്റേതെങ്കിലും തരത്തിലേക്ക് വനത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ എടുക്കുന്നത്. സ്നേഹ.
ശരി, വയനാട് പുൽപ്പള്ളിയിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. 2 കുങ്കി ആനകളെ വച്ചുള്ള തിരച്ചിൽ നാളെയോടെ ഉണ്ടാകും. ഇന്നിപ്പോൾ ഡ്രോൺ അടക്കം ഉപയോഗിച്ച് രാത്രിയിലടക്കം തിരച്ചിൽ നടത്താനാണ് വനം വകുപ്പ് ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ കടുവ എവിടെയാണ് അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലവിലുള്ളത്. അതിനുശേഷം ദ്രുതഗതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് വയനാട്ടിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.